എനിക്ക് ഞാനൊരു പ്രശസ്തമായ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ വന്നൊരു കേസ് ക്രിയാറ്റിൻ 14 ആയിരുന്നു ആ ഒരു കേസ്. ആ അതിൽ നമ്മൾ വിവിധ തരത്തിലുള്ള ചികിത്സകളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കിഡ്നി റെസ്പോണ്ട് ചെയ്യുകയും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്. ആയുർവേദം എന്ന് പറയുന്ന വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഈ ഒരു മേഖലയിൽ കുറെ കൂടുതലായിട്ട് ഒരു 10-20 വർഷത്തെ ഒരു ഗവേഷണങ്ങൾ നടത്തിയിട്ട് പല പുതിയ പുതിയ മെഡിസിൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു മാറ്റവുമില്ലാത്ത ഒരുപാട് കേസുകളുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് എന്താണ് ഇതിൽ സംഭവിക്കുന്നത് എന്ന് നോക്കി കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് കിഡ്നി രോഗികളുടെ എണ്ണം ഇന്ന് ക്രമാതീതമായിട്ട് വർദ്ധിക്കുകയാണ്. ഡയാലിസിസ് സെന്ററുകളുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നു. ഇതിനൊരു പരിഹാരം എന്ത് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ ഡോക്ടർ അനുമോദ് കാക്കശ്ശേരി, മരിയൻ ആയുർവേദ, തൃശ്ശൂർ. ഒരു 10-20 വർഷമായിട്ട് ഞാൻ ഈ ഒരു മേഖലയിൽ എങ്ങനെയാണ് ഈ കിഡ്നി രോഗങ്ങളെ ചികിത്സിക്കുക, ഏത് ഒരു അപ്രോച്ചാണ് നമ്മൾ ഇതിൽ എടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ കാര്യമായിട്ട് ചിന്തിക്കുകയും ഒരുപാട് രോഗികളിൽ മരുന്ന് കൊടുക്കുകയും അതിലുണ്ടായിട്ടുള്ള റിസൾട്ടുകളുമൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാനൊരു പ്രശസ്തമായ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ വന്നൊരു കേസ് ക്രിയാറ്റിൻ 14 ആയിരുന്നു ആ ഒരു കേസ്. അതിൽ നമ്മൾ വിവിധ തരത്തിലുള്ള ചികിത്സകളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കിഡ്നി റെസ്പോണ്ട് ചെയ്യുകയും അവസാനം ഒരു 3.5 നിൽക്കുകയാണ് ക്രിയാറ്റിൻ്റെ ലെവൽ നിൽക്കുകയാണ് ഉണ്ടായത്. അതിന് താഴേക്ക് പോയില്ല. 3.5 നമ്മുടെ മെഡിസിനിലൂടെ അങ്ങനെയൊക്കെ പോയി. ഒരു 5-6 വർഷമൊക്കെ ആ വ്യക്തി ഒരു ഏജ്ഡ് ആയിട്ടൊരു വ്യക്തിയായിരുന്നു. 5-6 വർഷമൊക്കെ പോയി. അവസാനം വേറെ എന്തോ ഒരു രോഗം വന്ന് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്ന വ്യക്തി മരിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഈ ഒരു കഴിഞ്ഞൊരു വർഷത്തിൽ ഞാൻ ചെയ്തൊരു വേറൊരു കേസായിരുന്നു. അത് ക്രിയാറ്റിനിൻ ഒരു 7 ഒക്കെ ആയിരുന്നു. ഒരു 1-2 ആഴ്ച കൊണ്ട് തന്നെ അവരത് വീണ്ടും ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് 3.5 വന്നു. പിന്നെ അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും 1 വന്നു. പിന്നെ ഈ അടുത്ത് ഞാൻ ഈ ഒ പിയിൽ കാണാതായപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ല, ക്രിയാറ്റിൻ 1 വലിയ കുഴപ്പമില്ല, നമ്മളൊക്കെ പോകുന്നുണ്ട് എന്നൊരു ഒരു ഒരു അറിവാണ് എനിക്ക് ലഭിച്ചത്. ഞാൻ പറഞ്ഞു വന്നത്, പല കേസുകളും നമുക്ക് ക്രിയാറ്റിൻ ലെവലിൽ ഡയാലിസിസ് കൂടാതെ തന്നെ നമുക്ക് കുറയ്ക്കാനും കിഡ്നിയുടെ ഫങ്ഷൻസ് വർദ്ധിപ്പിക്കാനും സാധിക്കുന്നുണ്ട്. ഇത് വിചാരിച്ച് എല്ലാ കേസുകളും നമുക്ക് ഈ റിസൾട്ട് തന്നെ ലഭിക്കുന്നില്ല. നമുക്കറിയാം, ചില കേസുകൾ ക്രിയാറ്റിൻ 6 എന്നുള്ളത് ചിലപ്പോൾ 5 എത്തുന്നു, അല്ലെങ്കിൽ 4 എത്തുന്നു, അവിടെ നിൽക്കുന്നു, സ്റ്റോപ്പ് ആവുന്നു. അതേസമയം 2 കേസുകൾ കുറെ ചെയ്തിട്ടുണ്ട്, അത് 2 1.23 എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. അതേസമയം ഒരു മാറ്റവുമില്ലാത്ത ഒരുപാട് കേസുകളുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് എന്താണ് ഇതിൽ സംഭവിക്കുന്നത് എന്ന് നോക്കി കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്, കിഡ്നി പൂർണ്ണമായിട്ടും നശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും അതിനെ രക്ഷപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കില്ല. ഒരു മരുന്നിനും അത് സാധിക്കില്ല എന്നുള്ളതാണ്. ബിക്കോസ് അതിൻ്റെ എല്ലാ ഫിൽറ്ററിങ് സംവിധാനങ്ങളൊക്കെ കേടുവന്ന് കോർട്ടെക്സ് ഒക്കെ പോയി ഒക്കെ ഇരിക്കുകയാണെങ്കിൽ ആരെ കൊണ്ട് അത് ചികിത്സിക്കാൻ പറ്റില്ല. അതേസമയം കിഡ്നിക്ക് വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല, കിഡ്നി സൈസ് ഒന്നും കാര്യമായിട്ട് റെഡ്യൂസ് ചെയ്തിട്ടില്ല, അതേസമയം ക്രിയാറ്റിൻ മാത്രം ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ, അതൊരു ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് വന്നതാണെങ്കിൽ, അല്ലെങ്കിൽ താൽക്കാലികമായിട്ടൊരു പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ട് ക്രിയാറ്റിൻ കൂടിയതാണെങ്കിൽ, നമുക്ക് അതിനുള്ള കൃത്യമായിട്ടുള്ള മരുന്നുകൾ കൊടുക്കുമ്പോൾ ക്രിയാറ്റിൻ കൃത്യമായിട്ട് കുറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ആയുർവേദ മരുന്നുകൾ എത്ര നാൾ കഴിക്കേണ്ടി വരും എന്നൊക്കെ നമുക്ക് പലപ്പോഴും സംശയം വരാം. ഇത് ഞാൻ പറയും, നമുക്ക് എല്ലാവർക്കും ഒരു സംശയമാണ് ക്രിയാറ്റിൻ ആയുർവേദം ചെയ്ത പ്രശ്നമാവോ എന്നുള്ളത്. യൂഷ്വലി ഞാനൊക്കെ ഒത്തിരി 10-20 വർഷമായിട്ട് ഒരു മേഖലയിൽ നിൽക്കുന്നതാണ്. നമുക്കറിയാം, ഇതിൽ പലപ്പോഴും മൂത്രളമാകുക എന്ന് പറയും. അതായത് ഇപ്പൊ നമ്മൾ പലപ്പോഴും ആൾക്കാർ കൊടുക്കുന്ന മരുന്നുകൾ, അതായത് അമിതമായിട്ട് കിഡ്നി പ്രവർത്തിപ്പിക്കാനൊന്നും പാടുള്ളതല്ല. കിഡ്നി ശാന്തമാക്കുമ്പോഴാണ് കിഡ്നി കൂടുതൽ ഒരു ക്രിയാറ്റിൻ ലെവലൊക്കെ കുറയുന്നത്. അപ്പൊ ഞാൻ പറയും, നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ക്രിയാറ്റിൻ ലെവലിൽ വ്യത്യാസം വരുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. 1-2 ആഴ്ചയുടെ തന്നെ നമുക്ക് ആദ്യഘട്ടത്തിൽ അത് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടെന്ന് വിചാരിക്കുക. അതാണ് നമുക്കൊരു ഒരു എളുപ്പവഴിയുള്ളത്. വിത്തിൻ ആയുർവേദം കൊണ്ട് എൻ്റെ ഒരു അനുഭവത്തിൽ റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ 1 ആഴ്ച കൊണ്ട് തന്നെ ഇത് ക്രിയാറ്റിൻ ലെവൽ കുറയാനായിട്ട് ആരംഭിക്കും. അപ്പോൾ അങ്ങനെ കുറയുന്നുണ്ടെങ്കിൽ നമുക്ക് ദാറ്റ് വി ക്യാൻ കണ്ടിന്യൂ അവർ ദ ട്രീറ്റ്മെന്റ്. സോ 1 ആഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഈ ക്രിയാറ്റിൻ ലെവൽ കുറയുന്നതായിട്ടും അല്ലെങ്കിൽ ചികിത്സ ഫലിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. 1-2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിച്ചിട്ട് മാറ്റമില്ലെങ്കിൽ ട്രീറ്റ്മെന്റ് പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്യുക, മോഡേൺ മെഡിസിനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്. ആയുർവേദം എന്ന് പറയുന്ന വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഈ ഒരു മേഖലയിൽ കുറെ കൂടുതലായിട്ട് ഒരു 10-20 വർഷത്തെ ഒരു ഗവേഷണങ്ങൾ നടത്തിയിട്ട് പല പുതിയ പുതിയ മെഡിസിൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള മെഡിസിൻസ് ഉപയോഗിക്കുമ്പോൾ കിഡ്നിക്ക് വലിയ ഡാമേജ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഡയാലിസിസ് ഒന്നും കൂടാതെ ആ രോഗിയെ നമുക്ക് പ്രിസർവ് ചെയ്യാനും രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു അറിവ് നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും കിഡ്നി സംബന്ധമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുക. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഇതിനൊന്നും എക്സ്പെൻസീവ് അല്ല ഈ ട്രീറ്റ്മെന്റുകളൊന്നും. വളരെ ചെറിയ നിസാര ഒരു തുകയൊക്കെ ഇതിനൊക്കെ ചിലവാകുന്നുള്ളൂ. വളരെ നിസ്സാര പൈസയ്ക്കൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഒരാഴ്ചത്തേക്ക് വേണമെങ്കിൽ 500, 1000 ഒക്കെ മാക്സിമം ചിലവാകുന്നുള്ളൂ. അപ്പോൾ എക്സ്പെൻസീവ് അല്ല. അപ്പോൾ വലിയൊരു ഡയാലിസിസിലേക്കും അല്ലെങ്കിൽ അങ്ങനെ വലിയൊരു ദുരിതത്തിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ആയുർവേദം പോലെയുള്ള ചികിത്സകൾ പരീക്ഷിച്ച് നോക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇത്തരക്കാരോട് എനിക്ക് പറയാനുള്ളത് ഒരുപാട് എരിവും പുളിയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരുപാട് എരിവും പുളിയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ചായ കുറെ കുടിക്കുമ്പോഴൊക്കെയാണ് കിഡ്നി കൂടുതൽ കൂടുതൽ ഡാമേജിലേക്കൊക്കെ പോകുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആഹാര രീതികളും വേണ്ട എന്ന് വെക്കുന്നതാണ് കൂടുതൽ നല്ലത്. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.